स्तुतामया वरदवेदमादा प्रचोदयन्तां पावमानितिजानाम् आयुप्राणं प्रजापशङ्कीर्तिं द्रविणं ब्रह्मवर्चस्सं मह्यं दत्तव्रजतब्रह्मलोकम्। ॐ दौ शान्तिरन्तरिक्षं शान्तिपृथिवी शान्तिरावशान्ति ओषधयः शान्ति वनस्पतयः शान्ति विश्वदेव शान्ति ब्रह्मशान्ति सर्वं शान्ति शान्तिरेव शान्ति सामा शान्तिरेधि। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः पुनः। ईश्वरो गुरुराज्ञेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ गुरुभ्यो नमः शिवादिश्रीगुरुभ्यो नमः। गजाननं भूतगणादिसेवितं कविद्धजम्भूबल सारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिविद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। मूर्तित्वे परिकल्पितशशवृदो वत्मा पुनर्जन्मन आद्यत्माद्यदां कृतिच्छेयजदां भर्तामवरज्योतिषां लोकानां प्रलयोदस्थितिविमुच्छानेकदाय श्रुतो वाजन्न सतदाधुनैककरणत्रैलोक्यदीपोरिवि। षडाननं कुङ्कुमरक्तवर्णं महामतिं दिव्यमयूरवाहनं रुद्रससूनं सुरसैन्यनादं गुहं सदाहं शरणमहं प्रपद्ये। रामं रत्नकिरीटकुण्डलधरं केयूरहारान्वितं सीतालङ्कृतवामभागममलं सिंहासनस्थं प्रभुं सुग्रीवादिसमस्तवानरगणैः संसेव्यमानं सदा विश्वामित्रपराशरादिमुनिभिः स्तूयमानं भजे। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। ॐ
ഓം യജ്ജാഗ്രതോ ദൂരമുദൈതി ദൈവം തതു സുപ്തസ്യ തദൈവതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃ ശിവസങ്കൽപ്പമസ്തു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നാരായണീ നമോസ്തുതേ. നാരായണീ നമോസ്തുതേ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ഭക്തജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഞങ്ങളുടെ സകല സങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരകളുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ആചാര്യൻ ഉദ്ഘാടനം ചെയ്ത് താൽക്കാലികമായിട്ട് വിട പറഞ്ഞ ഈ രാമായണ ജ്ഞാനയജ്ഞം ഭക്തജനങ്ങളായ ഞങ്ങളിവിടെ തുടർന്നു വരികയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാമായണ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതിന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാകാനനേ യഥാകാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാദ്യ സലക്ഷ്മണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ
നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനായ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ മാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തോ ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരീ കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്ക് ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തിണിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദന് സോഹാപതി ഭരതൻ പിതൃപതി നിത്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി വശപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി സുധിവാക്യാത്മാ ദിനപതി ഹേടാനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയന് അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ജ്ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദൂഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴ്ക നാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരഞ്ജ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാം. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ജമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതാനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവൻ കൃപയാലേ. അധ്യാത്മക പ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും നസിദ്ധമീ ജന്മം കൊണ്ടേ. ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ദാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുഗ്ധാദിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം
സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാടുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര ഭോജി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ. ആകയാൽ ഞാനും തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നഴിയാതെ വണ്ണം നിന്നിരുവടിയരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്തത്വം ജഗൽപതി. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിത് ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തു കേട്ട് തെളിഞ്ഞ് ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവത്വം കേൾക്കണമെന്ന് മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരേയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാമൃതം വന്നിട്ട് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീയും. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിരൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാഥൻ. ഗൗതമപത്നിയായോരഹല്യ ശാപന്തി ഗുരുകാരുണ്യമൂർത്തി വനമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനൈജൻ അവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വരൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാദമസമൃതമാകുമാകമൂലം സീതാരാഘവമരുൾ സൂണ്ട് സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാഥേ കേട്ടാലും തെളിഞ്ഞിനി. എങ്കിലോ മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യാബുക്ക് അഭിഷേകം ചെയ്ത് സതമാത്രാത്മാ സകലേശനവ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും
ഈകസാത്മജാസുതനായ വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടിൽ ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ച് നിർമ്മല മണി കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി ആനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി മുമ്പിൽ അമ്മാർവത്യാം വന്നിച്ചു നിൽക്കുന്ന ഓർഭക്തനാൻ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്ത് കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടയല്ലേ, നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നിനുള്ളിൽ അഭേദനായുള്ളോരു ഭക്തിനാമേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം കാശുണ്ടല്ലോ. നിർമ്മലാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മവൻ നിത്യബ്രഹ്മചാരികൾക്ക് മുമ്പനല്ലോ. കന്മഷമിവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനടോ. ശ്രീരാമദേവനരുൾ ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു. ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ ഒരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശികളില്ലാതെ ഒരു വസ്തു പരബ്രഹ്മേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവരാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായ ജഡവും എന്നോട് പതിയായ പരമാത്മാവ് തന്റെ തന്നിധി മാത്രം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിലാക്കിയിടുന്നു കൂടുതലും. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയതാലും വൃദ്ധയായി അടുത്തോരു ദുഷ്ടയാന്താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരൻ സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കുയാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കല്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമവതിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പുകുമുപ്പരവൈകിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണി ഗ്രഹണവും ചെയ്തു പോകുന്ന നേരം മുൽപ്പുക്കു തടുത്ത ഒരു ഭാർഗവനാവൻ തന്റെ ദർപ്പവും അടക്കി വൻപടയോടയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരമിരുന്ന് സുഖത്തോടെ താദനം അഭിഷേകത്തിനാരംഭിച്ചാനത് മാതാവ് കയ്യേയും മുടക്കിയത് മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്താരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടു ദുഃഖക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം ബുക്കാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ഇത് പഞ്ചപടി എത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാണല്ലോ രക്ഷോ നായകനുടെ ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ ആസിയാച്ഛേദം ചെയ്തു. ഉന്നതനായ ഹരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിട്ട് 14 സഹസ്രം പടയോടും ഒന്നിനു 3.25 നാഴിക കൊണ്ട് തന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൽ മായയ പൊന്മാനായി വന്നു മാരീരൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാഗീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം കൊണ്ടകബദ്ധൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ട് മോക്ഷവും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു ഒത്തിരി സമ്പാദീരെന്നത്ര കണ്ടിരുന്നെ. പിന്നെ എന്നോടും കൂടി മിത്രാനന്ദനായ സുജീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂ എന്നോന്യം സഖ്യം ചെയ്ത് വിദ്രാരിപുത്രനായ ബാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് കൃഷ്ണജലതിയിൽ
സേതുബന്ധനം ലങ്കാമർദ്ദനം ഭിന്നശേഷം പുത്രമിത്രാദികളോടും കൂടി യുദ്ധസന്നദ്ധനമായ ശത്രുവാന്തശാസ്യനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ച് ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനെ എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് പങ്കരേറി ദേവകളോട് അനുവാദവും കൊണ്ടരുതിയ രാജ്യത്തിന് അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാമെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗതിരാമൻ അവ്യയനേകനാനന്ദാത്മകനാത്മാരാമൻ അദ്വയൻ പരനിൽക്കളൻ വിദ്വൽ ഭൃംഗരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ജനിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചരി ശ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിരൂഢനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദമൂർത്തി ചിന്മയൻ മായാമയന്തനുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെന്താനുസരിക്കയായി അജ്ഞാതനായോടിങ്ങനെ തീരാദേവി കണ്ണിലോചനതത്വം ഉപദേശിച്ച ശേഷം അന്യഥാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവരോധ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം കാണുന്നത് ജീവാത്മാവരുടെ തേജോരൂപിണിയാകുമെന്നുടമായ തങ്ങൾ വ്യാജമെന്നിയെ നിഴലിക്കുന്നു. കവിവര ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ കണ്ണുകയോ കണ്ടാലും അതുപോലെ സാക്ഷാത്തൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വം ആ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞീടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിൽ പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി മുഖന്മാർ ശാസ്ത്രം ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായി മേ വീടും. നരന്മാരോട് പറഞ്ഞേ പരമോപദേശം ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു. രാമമാഹാത്മ്യം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യനാനന്ദോദയം സർവവേദാന്ത സാര സംഗ്രഹം രാമതത്വം മന്മാരോട് ഉപദേശിച്ചതെല്ലാം ഭക്തി കൊണ്ട് നാരദം പഠിക്കേഴുന്ന മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാധിപതികളുടെ ജന്മങ്ങൾ തോറുമർദ്ദിച്ചുള്ളവ എന്നാഗ്രഹമൊക്കവയെ നശിച്ചു പോകുമെന്നൊരു ചെയ്തു രാമൻ. മർക്കടപ്രവരനോട് സത്യമല്ലോ രാജ്യം പരസ്ത്രീധനകാരി പാടി മാതൃദാതകൻ ഗുരുദാതകൻ ബ്രഹ്മണ്ടായി സുവർണശ്രീ ദുഷ്ടൻ യോഗനീരനേറ്റം എങ്കിലും അവൻ ഭക്തിയാരാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാരാമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനന്ദൻ മുഖോൾ ലളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലല്ലോ നിർണയമത് മൂലമെന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയില്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം. കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർക്കക്കരവും ഉണ്ടായി വരാ. കിംമൃണന്മാർക്ക് നിത്യ സൗഖ്യവും ഉണ്ടായി വരാ.
ഇന്ദ്രദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുവെന്നരുൾ ചെയ്തു. വേദാവും ശതകോടി ഗ്രന്ഥവിസ്താരം പുരാ വേദസംഹിതമൊരു ചെയ്തു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്തൻ മുഖ്യാർത്ഥമായി ചമച്ചാനതിലിത് ചുരുക്കി രാമദേവൻ ഉപദേശിച്ചിടാനേവം പുര അധ്യാത്മരാമായണം എന്ന പേരിതിന് ഇതും അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശിവൻ ചെയ്യുന്ന കഥാകഥനം. അഗ്നികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാ ഭൂമി ദേവി ഗോരൂപം പൂണ്ടു ദേവതാവ സകനത്തോടും സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്ത എന്നെ മറ്റൊരു കഴിവില്ല, സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂപഭേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ക്ഷീരസാഗരം തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ച് ഞാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നീരിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദൂർദശന്മാരായ ഭഗവദ്രുവം മനോഹരം ചന്ദ്രികാ മന്ദസ്മിത സുന്ദരാനനപൂർണം ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാപം പരമിന്ദിരാ മനോഹരം ഇന്ദിരാവക്ഷസ്ഥലം വന്ദ്യമാനോദയം ആനന്ദോദയം ഭക്തവത്സലാഞ്ജനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകോത്സവം സത്സോവിധം നേരു സന്നിപകിരീടോദ്യൽ കുണ്ടലമുക്താഹാര കേയൂരാംഗത കടകടി സൂത്ര വലയാമുദീയ കാത്യാഖില വിഭൂഷണം കലിതകളേവരം കമലാ മനോഹരം കരുണാകരം രണ്ടു പരമാനന്ദം പൂണ്ട് സരസീയുഗഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ. സകല ജഗൽഭദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സജ്ഞജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പൂജി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോധന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജതന്തുമന്തികെ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാദരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരമയ പരിതക്ത മനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല വേഷജഭേദം. മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പിരികെ വളരുന്നു. മരണകാലേ തവ കരുണാരുണ സമചരണ സരസീജ സ്മരണമുണ്ടാവാനായി പരികപരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവ രമാരമണധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൽ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു. നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നോ
അച്ഛനെ കാണാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുതെന്നതു കേട്ടു സരസീരുഹ ഭവനീ വണ്ണമുണർത്തിച്ചു നീ തിരുവഴി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം ഉൾത്തിരിക്കുന്ന ദിക്കാലം നാഥ പൗലസ്ഥിതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ മദ്ധത്തവര ബലദർപ്പിതനായിട്ടത് നിർഭയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കിട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മറ്റനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ നിൻ തിരുവടി തന്നെ മർത്യനായി പിറന്നിനി ഭക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാരം അതിനുമതിരിഭോ ചെൻ തകരുകീണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തത്വജസസ്യം കർത്തുമുദ്യോഗമദ്യൈവമേ കശ്യപൻ ദശരഥനാംനാ രാജനേന്ദ്രനായി അശ്വതീരലേതിഷ്ടനാ വിദാതാവേ തസ്യ വല്ലഭയാകും ഇതി കൗസല്യം തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മൽ സഹോദരന്മായി 3 പേരുണ്ടായി വരും ചിത്തസ്വരൂപിണി മമ ശക്തിയാ വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു തീകൽ സാത്മജകലനാശകാരിണിയായി മേദിനിരഞ്ജിതേ യോനീജയുണ്ടായി വരും ആതിഥേയന്മാർ കവിവീരന്മാരായി പിറക്കേണം മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാലെന്നരുൾ ചെയ്തു നാഥൻ വേദനായകനീയവും അയച്ചു ചുമറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറിഞ്ഞീടിനോരാശ നോക്കി ഭേദവും മകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനവരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവ പ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശ്വരശ്വനയെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമണ്ഡലെ പിറക്കേണം മാനിയാം ദശാസനനു കൃത്യന്മാരാകും യാതൊരു ദാനവ വീരന്മാരോട് യുദ്ധം ചെയ്തിന്നോരോ കാനനയിലെ മുഖ്യദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സൂത്രമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്ക് സത്വരം ദരിദ്രയോ മസ്തസന്താപമതിസ്വസ്ഥനായി സ്വസ്ഥയായി മരുവിനാൾ തത്കാലെ ഹരിപ്രമുഖരന്മാരാം വിബുദ്ധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷ ഹരിസഹായാർത്ഥമായി തതസ്തതോ മാനുഷ ഹരിസമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോബലയോധികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം ദീക്ഷമാണന്മാരായി വന്ദേശ്വരന്മാരും ഭൂമി രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓരോരുത്തരായിട്ട് മാറി മാറി വായിച്ചിട്ടുണ്ട്. ഓരോ പേജുകൾ വായിച്ച് കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തുടർന്നുണ്ട്. സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അമിത ഗുണവാനാം നൃപതിര ശരദനമലയോ ജാതിപതിര അമിത കുലവരതുലനാം സത്യപരാക്രമണം ഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭദ്രശിശുക്ഷേത്രം കൗസല്യമേരിടും കൈകേയും സുമിത്രയും കാര്യമാനിവരോടും ചേർന്നു മുൻപികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതരമെല്ലാം പരിപാലിക്കും കാലമനഭക്തിത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാമുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നന്ദനന്മാരുണ്ടാകാൻ എന്നരുൾ ചെയ്തിടണം
പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സീതരാപതേ. വൈകാതെ വരുത്തണം ഋഷ്യസിംഹനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമിഷ്ടി കർമ്മം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈകണ്ഠകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂതിരത്തിങ്കൽ ഭൂലോകപതിയാകം വീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായകനായ സംഗിയ ദശരഥൻ വിശ്വനായകനായ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം കൊണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം. അപ്പോഴേ തുടങ്ങിയതോളിന്ദ്രനാം ദശരഥൻ ഋത്വേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാക്കം ജപ ഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. കൽപ്രണയിനിമാക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും. അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. ശ്രീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞു അതു കാലമർഭകന്മാരും 4 പിറന്നാലുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധിയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിലച്ചുസ്ഥിതിയനായിട്ടല്ലോ അർക്കനനുമത്യുദയം കർക്കടകം. അർക്കജന്തുലാത്തിലും ഭാഗവൻ മീനത്തിലും വക്രനു ഉച്ചസ്ഥനായി മകരം രാശിതനിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാനന്ദ ആത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേശ്വരൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുടിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവനാരദർശനഗാദി സഹസ്രനേത്രമുഖ വിഭൂതേന്ദ്രന്മാരാലും വന്യമായിരിപ്പോരോ നിർമ്മലമകൂടവും സുന്ദരാചിപൂരവും അളകാസുഷമയും. കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ഗഗനവും. ശംഖചക്രാബ്ജഗദോശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും.
കുണ്ടലമുക്താഹാര കാഞ്ചിനൂപുരമുഖ മണ്ഡലങ്ങളും ഹിന്ദു മണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിരാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്നിച്ചു ദരൂദരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ ദേവദേവ ശങ്കചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. സമസ്തേശ്വര സൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മയാ ദേവിയെ കൊണ്ടു വിശ്വം സ്കന്ദം സൃഷ്ടിച്ചു രക്ഷിച്ചു സമുദ്ധരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനൻ തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ വരൻ പരമാത്മാവ് വരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദൻ അവ്യക്തനവ്യയൻ നിശ്ചലൻ നിർവമൻ നിർവാണപ്രദൻ നിത്യം നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്ഠകൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവിദ്യന്മാജൻ നിഷ്ക്രിയൻ നിരാകരൻ നിരഞ്ജനിഷേവിതൻ നിഷ്കാമൻ നിരമിനാം ഹൃദയനിലയനൻ അദ്വയൻ അദനാനന്ദൻ നാരായണൻ വിദ്വന്മാനസഭക്ത മധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ തത്വസഞ്ജയ ജീവൻ സനകാലസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രജനോ നിന്തിരുവടി മൂലം നിന്തിരുവടിയുടെ ജലത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഗത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തോ ഒരു കാരണം കൂട്ടി. ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായിരുന്നു മുക്തയാമെനിക്കിപ്പോൾ. ഭക്തപുത്രാർത്ഥവില സംസാര ദുഃഖാമൃതം നിത്യവും നിമഗ്നയായ അത്യർത്ഥം ക്ഷണിക്കുന്നേ. നിന്നുടെ മകാമായ ധനുടലത്തിനാൽ ഇന്നു നിൻപാദാം പൂജം കാണാനും യോഗം വന്നു. തൽക്കാലിനെത്താൽ നിത്യമുക്കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം വിസ്തൃതം ഉരുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മകാമായ വിശ്വേശാമോഹിപ്പിച്ചീടായിരമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാമടക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാലനാശ്ലേഷാത്യനുരൂപമായി ഇപ്പോൾ ബാലഭാവത്തെ മമ കാട്ടേണം ദയാകുത്തി. ഇത്ര വാത്സല്യ വ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടി തമ്മീൻ വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു. നാദാവേ പവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമലം വളർന്നു രാവണൻ തന്നെ കൊന്നു സമോദ ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ പിടിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനേനായി മനുഷ്യവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരധികാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നൽകല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോശമില്ല സംശയമേത്. യാതൊരു മധ്യനിക നമ്മിലെ സംവാദനിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ കഴിയുന്നതും സാധിക്കുമവന് സാരൂപ്യമെന്നറിഞ്ഞാലും
ചേർച്ചി മരിക്കുമ്പോൾ സ്മരണയുണ്ടാ. ഇത്തരമരുൾ ചെയ്ത് ബാലഭാവത്തെ സത്വരങ്കാലും കൈയും കുടഞ്ഞലറിയുന്നു. ഇന്ദ്രനീലാപൂർണ്ണ സുന്ദരൂപനരവിന്ദരോധരൻ പരമാത്മ ചന്ദ്രചൂടാരവിന്ദമന്ദിരവന്ദിരൻ കൂടി വന്നവതാരം ചെയ്താൽ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നന്ദനുണ്ടായി തന്നാശു കേട്ടു ഒരു ഭംഗിച്ചന്തനക പരമാനന്ദാകുലനായ വർഗത്തിനെല്ലാം വസ്ത്രപൂജനായി പുറപ്പെട്ടു സുമിത്രാപുത്രന്മാരായുണ്ടായി ഇരുവരും പവിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തു സന്തോഷം കൊണ്ട് അച്ഛൻ ജനങ്ങൾക്കും സ്വർണ്ണരത്നവസ്ത്ര ഗ്രാമാധിപദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായിരുന്നു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞുമകേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമികളെ ജനിച്ചിരുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവും ഇട്ടാണല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനും ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനും ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുളി ചെയ്തു. ശത്രുവൃന്ദത്തെ ധനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാധ്വജാവരജനും നാമധേയവും നാലു പുത്രത്വം വിധിച്ചേവം പൂയിവാലനും ഭാര്യാമായാനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവിയിരുന്നു പായം സംസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാഭാംഗവിഷവും കൊണ്ടും സാരസ്യവർണ്ണാലാപീഷുഷം കൊണ്ടും വിഷമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും വിശേഷാനന്ദപ്രദമാത്രവും കൊണ്ടും സിന്ധൂകതൻ രാമര ചുംബനരസം കൊണ്ടും സിന്ധൂലതൻകാങ്കുലസ്പട്ടകാസാപം കൊണ്ടും കുന്തലസ്ഥിതപാദാബ്ജദ്വയാനനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചിരങ്ങളെ കൊണ്ട് താതനുമാർക്കും നഗരവാസികൾക്കും വിധി നൽകിനാൻ സമസ്തജനർക്കും എല്ലാം കാലദേശം ദേശങ്ങൾ പൂർണ്ണകാരമായി മാലേയമണിഞ്ഞതും പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി തുഞ്ചുളകരമായ കണ്ടുനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കുണ്ടലം മിന്നിയിരുന്ന സ്വർണ്ണദർപ്പണ സമം ജണ്ടമണ്ഡലങ്ങളും ശാക്കൂലമഠങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാട്ടസ്വരമണികൾ മറ്റേ കോർത്തുചാത്തിയിരുന്നൊരു കണ്ടകാണ്ടോദ്യോഗം മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരച്ചു ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുല പ്രഭോത്തരാഞ്ജനവിലാസവും അങ്കദങ്ങളും മൽകങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ മൂലങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൂടി സോദരന്മാരോട് അലങ്കാരത്തെ ചേർക്കാൻ ഭൂമിനാഥൻ ഭർത്താവിനധിവാസം ഉണ്ടായോരയോധ്യയിൽ കൊൽത്താർമാനിതാനും കളിച്ചു വണങ്ങിനാൾ ഉദരത്തിങ്കലെല്ലാം അന്ന് തൊട്ടനുദിനം ഉദിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
ദമ്പതിമാരെ ഭാഗ്യം കൊണ്ട് പങ്കെടുപ്പിച്ചു സമ്പ്രതീകമാനവും സംപ്രാപിച്ചതോമരെ വിധിനാഥനായ പ്രതിഷ്ഠ മഹാമതിയോ ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ പാംഗങ്ങൾ സ്മൃതികളോ ഉപസ്മൃതികളോ അശ്രമാമെല്ലാം പാടമായടോ പാക്കാലൻ പാടവാനേറൊന്നില്ലാശ്വാസങ്ങൾ തന്നെയല്ലോ സകല ജരാജര ഗുരുവായൂരിലും ഭഗവാൻ തനിക്കൊരു ഗുരുവാചാരം സഹസ്രപത്രോത്ഭവപുത്രനാം വശിഷ്ഠന്റെ മഹത്വം ഭാഗ്യമെന്തോർത്താൽ ധനുവേദാംബോ നിധിപാരകന്മാരായി വന്നോ കന്യന്മാരെന്നോ കണ്ടൊരോ ദശരഥൻ മനസ്സിൽ വളർന്നൊരോ പരമാനന്ദം പോലോ നാടിനെയും ആനന്ദിച്ചു നന്ദായി ആമോദം പടർന്നുള്ള സേവകാഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും പരദശത്രുഘ്നന്മാർ സാമുദ്രഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനോകാലമേകടാകുടുകലാവേഗമേറിയിടും ഓരോ കുരകരമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു വാണിയിൽ ബാണതൂക്കിലും കൊണ്ടും പ്രാണനാദേശേ നടന്നിടിനായി കാണായ ദുഷ്ടമൃഗസന്ധ്യം കൊലചിന്താൻ ഹരിണ ഹരി ഹരി കരടഗിരി ഹരി ചാപോലാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കുളിച്ചോട്ടു ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനിമാചരണാംബുജം വന്ദിച്ചനോട് ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ലോകം തങ്ങൾ സങ്കടം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുബോധന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാദിപുരാണ ഇതിഹാസങ്ങൾ കേട്ടോ നിർമ്മല ബ്രഹ്മാനന്ദീന ചേതസാനിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയൻ മനുഷ്യനായ അവതാരം ചെയ്തവം ഭൂമി ബാലരാവൃത്തികൾ കൊണ്ടുവാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കാണിയോ പരമാർത്ഥമേ ചെയ്യുന്നോ നല്ലല്ലോ വിചാരവും ചിന്തിക്കൽ പരിണാമമില്ലോരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനിയുടെ മുഖ്യനോ മനോജന്മാരെഴുന്നള്ളിയിടിനാൻ രാമനായ വലിയന്മായ ജനിച്ചയോ കോമളമായ രൂപം കൊണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞ അശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടുപോകി ശരദാനാശു സംക്രമണത്തോടും വൈദ്യസ്ഥാനവും ചെയ്തു വിധിയോടും സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ ആസ്മജന്മഭൂമിവാനിതോ സഫലമായി നീയോ വടിയെഴുന്നള്ളിയ മൂലം വൃതാർത്ഥരാത്മാവായിരേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നേടും ദേശം മണ്ഡലമായി വനാശു സമ്പത്തും ധാന്യങ്ങളും എന്തോ ഒന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്ദിതോ വലിയരുൾ ചെയ്യണം ദയാനിധേ എന്നാലാവുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാടും പരമാത്മസകുലപതി വിശ്വാമിത്രനും പ്രീടനായരുൾ ചെയ്തിട്ടിനാൽ വിശ്വാസത്തോട് ദശരഥനോടു നേരം ജ്ഞാനമാവാസ്യതോറും വിഭ്രദേവാദികളെ ധ്യാനിച്ചു ചെറിയിടുന്ന ഹോമത്തെ മുടക്കുന്നു മാലിന്യ സ്വഭാവന്മാരാമത്തന്മാരിരുവരും മനോജന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ രാമനുടനെയായിരിക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ
നല്ല രൂപം കേടുകണേ കൃമതീരേ കല്യാണമേ കരുണാനിരപതേ ചിന്താചന്ദ്രനായ ഭക്തി ചന്ദ്രൻ മന്ത്രിച്ചു വിടുവിനോടെ ഞാൻ എന്തു ജോൽവധൂരോ നന്ദനൻ തന്നെ മഹാസക്തി ചേരുവോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം നാശം വരുത്തും വിശ്വാമിത്രൻ എന്തോ ഒന്ന് നല്ലതിപ്പോൾ എന്നും ചെയ്തിടുക വേണം എങ്കിലോ ദേവഭൂപ്യം കേട്ടാൽ മതി ഗോപ്യം സന്തരാമുണ്ടാകേണ്ട സന്തരം ധരാപതേ മാനുഷ്യനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മനം പ്രാകൃത്യം മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ കനകനാൽ കൗശല്യാവിൽ വന്നവതരിച്ചിരോ വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ നിന്നുടെ പരിയാമതി കൗശല്യതയുണ്ടാവാനായി വത്സരമുദ്രവസ്തു ചെയ്തു നിങ്ങൾ മുഖോരാത്മനി വിഷ്ണു പൂജാധ്യാനോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും സ്വീകരിച്ചു ഭാവിക്കൊടുവരനാൻ പുത്രനായി ഭവാനോ സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായിരോ രാമനെന്നറിഞ്ഞാലും ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ വരദശത്രുഘ്നന്മാർ ശംഖകയിൽ കേട്ടുകൊണ്ടാലും നീയും നീ യോഗമായ ദേവിയും ചെയ്തയാനിലേക്ക് യാഗവേദയാമായുണ്ടായി വന്നു ആദരനായ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടി എന്നറിഞ്ഞേണം നീ എത്രയും മുഖ്യമോ വക്തവ്യമല്ലാനും എത്രയും കൂടെയായി ചെയ്യുക മതിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനും വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും നാമോദം കൊണ്ട് നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെ ചേർക്കുമാറി അനച്ചു ഭാരതം പുണർന്നുണർന്നു ശിരസികൾ ഗുണങ്ങൾ വരുവാനായി പോയി ജനകജനയുമാചരണാംബുജൻ ഗോപി മുനിനായകൻ ഒരുപാടവും വർണ്ണിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാവധൂമീരപാണികളായ ഗോപരീ കുമാരന്മാരോടും കൗശികമുനി യാത്രയോമയത്തിച്ചാശുഭാരങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം ചില ദേശം കടന്നോരനന്തരം മന്ദദാസവും ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര സോമരന്മാരായുള്ള ബാലന്മാരോങ്ങൾ ദാഹമെന്നും വിശപ്പെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾ എന്നതോ മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ മാഹാരമേറുന്നൊരു വിധികളിവരന്തോ ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ധരിച്ചാലും വരയും പുലർത്തി വരയും മടിയാതെ ദേവനോ രാമദേവനെ മടിയനും വരയിച്ചു മുനി ശുൽവാസാദികളും തീർന്ന ബാലന്മാരുമായ അപ്പോൾ ഗംഗ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ആർക്കെങ്കിലും പാരായണം ചെയ്യണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. ചെയ്യുന്നുണ്ടോ?